രേണു രേന. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിലുള്ള ഇഷായോഗയിലാണ്. നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇഷായോഗ. ഇഷായോഗയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പാലക്കാട് 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് കാരണം അടുത്ത ആഴ്ച ശിവരാത്രി വരെയാണ്. അപ്പോൾ ശിവരാത്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇഷായോഗയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് മാത്രമല്ല, ഇഷായോഗയിൽ നമുക്ക് എങ്ങനെ പോകാം, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇഷായോഗയിൽ എത്തിയത് ഒരു വൈകുന്നേരം 5:30 കൂടിയിട്ടാണ്. ഇഷയുടെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്ററോളം ടൈല് വിരിച്ച വഴിയിലൂടെ പോയിട്ട് വേണം നമുക്ക് പാർക്കിംഗ് ഏരിയയിലെത്താൻ. പാർക്കിംഗ് ഏരിയയിൽ ഫാസ്ടാഗും അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് പിന്നെ ക്യാഷും കൊടുക്കാം. പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 30 രൂപയാണ്. വേറെ എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല, ഈ പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ശിവന്റെ ഒരു അർദ്ധകായ പ്രതിമയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു യോഗ സെന്ററും പിന്നെ കുറച്ച് ആശ്രമങ്ങളുമാണ്. മൊത്തത്തിലായിട്ട് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. മാത്രമല്ല ഭയങ്കര കാണാൻ ഭംഗിയുള്ള ഒരു പ്ലേസും കൂടിയിട്ടാണ്. ഞാൻ ഇവിടെ വന്ന ദിവസം ശിവരാത്രി ആഘോഷങ്ങൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ ഗ്രൗണ്ട് ഫുള്ളായിട്ട് എന്തൊക്കെയോ ഇൻസ്റ്റലേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവരിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാച്യൂവിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം നീളത്തിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ശിവരാത്രിക്ക് വലിയ ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി ഈശ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1992 സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഈ ഈശ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഇത് ശരിക്കും ഒരു അമ്പലമൊന്നുമല്ല, പക്ഷെ ഒരുപാട് പേര് ഇത് അമ്പലമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും നടക്കുന്നത് യോഗയും മെഡിറ്റേഷനും പോലുള്ള പ്രോഗ്രാമുകളാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ സ്ഥലം ഇത്രയധികം പോപ്പുലർ ആയത് ഇവിടെ ഈ ശിവ സ്റ്റാച്ചു വന്നതിന് ശേഷമാണ്. ഈ സ്റ്റാച്ചുവിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും കേസുകളും ഒക്കെ ഉണ്ട്. കാരണം ഈ സ്റ്റാച്ചു നിൽക്കുന്ന സ്ഥലം ഒരു വനമേഖലയായിരുന്നു. ആ വനമേഖല വെട്ടിത്തെളിച്ചിട്ടാണ് ഈ സ്റ്റാച്ചു നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അതിന്റെ പേരിലുള്ള തർക്കങ്ങളും കേസുകളും അതുകൊണ്ട് തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സ്റ്റാച്ചു നിർമ്മിച്ചത് ഏകദേശം 8 മാസം കൊണ്ടാണ്. 2017 പ്രധാനമന്ത്രി മോദിജിയാണ് ഈ സ്റ്റാച്ചു ഉദ്ഘാടനം ചെയ്തത്. നീലഗിരി കുന്നുകളുടെ ഭാഗമായ വെള്ളിയങ്കിരി മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലനിരകളും ശില്പമൊക്കെ ചേർന്നിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. വെള്ളിയങ്കിരി മലനിരകൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുടെ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 150 ഏക്കറിൽ 112 അടിയിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മെറ്റലിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ എന്ന വേൾഡ് റെക്കോർഡുള്ള സ്റ്റാച്ചു ആണ് ഈ ശിവ സ്റ്റാച്ചു. ഇഷായോഗയുടെ മെയിൻ ഗേറ്റിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് പാർക്കിംഗ് ലോട്ടിലേക്ക് എത്താൻ പറ്റുന്നത്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 1 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമ്മൾ ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്താൻ. അല്ലാതെ വണ്ടികളൊന്നും അവൈലബിൾ അല്ല, നടന്ന് തന്നെ പോകണം. അപ്പോൾ ഈ പോകുന്ന വഴിക്കായിട്ട് നമുക്ക് ഇൻഫർമേഷൻ സെൻറ്ററുകളും ഒരുപാട് ചെറിയ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. സ്നാക്സും ഫുഡൊക്കെ കിട്ടുന്ന ഒരുപാട് ചെറിയ ഷോപ്പുകളുണ്ട്. നമുക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങി കഴിക്കാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ മുന്നേക്ക് പോകുമ്പം ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതിൻ്റെ ഒരു ഫുൾ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ശിവ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ ഒരു ചെറിയ അമ്പലം പോലെയുണ്ട്. അവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളവർക്കൊക്കെ അവിടെ കയറി പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട് കയറാവുന്നതാണ്. ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ട് നമുക്ക് സ്റ്റാച്ചു കാണാം. പിന്നെ ഇവിടെ സ്റ്റാച്ചുവിനെ തൊടാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം ഏകദേശം ഒരു 3 മീറ്റർ ഗ്യാപ്പിലായിട്ട് ശൂലങ്ങൾ വെച്ചിട്ടുള്ള ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്നായിട്ട് മാത്രമേ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഈ ശിവ സ്റ്റാച്ചുവിലാണെങ്കിൽ വലിയൊരു രുദ്രാക്ഷ മാല ഇട്ടിട്ടുണ്ട്. രുദ്രാക്ഷം കൊണ്ട് തന്നെയാണ് അത്രയും വലിയൊരു മാല ഇവരുണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതും ഭയങ്കര രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് മൊത്തത്തിൽ. ശില്പം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് ആശ്രമവും മെഡിറ്റേഷൻ സെൻറ്ററും ഒക്കെയാണ്. അത് ഈ ശില്പത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാളവണ്ടികളുണ്ട്. അപ്പോൾ കാളവണ്ടിയിലും ബാറ്ററി കാറുകളും ഉണ്ട്. അപ്പോൾ അതിലും കയറിയിട്ട് നമുക്ക് അവിടേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ കയറുന്നതിന് വേണ്ടി നമ്മൾ 10 രൂപ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ടിക്കറ്റ് കൊണ്ടുവന്ന് കാളവണ്ടി ഓടിക്കുന്ന ആളുടെ കൊടുത്തിട്ട് നമുക്ക് ആ കാളവണ്ടിയിൽ കയറി പോവാം.
അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാളവണ്ടിയിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കയറാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാളവണ്ടി തന്നെയാണ് കയറിയത്. എന്നിട്ട് നമ്മൾ ഈ 1.5 കിലോമീറ്ററോളം കാളവണ്ടിയിൽ ഇങ്ങനെ പോയി. ഭയങ്കര രസമായിരുന്നു അത്. നമ്മൾ ഈ മലയക്കോട്ടെ വാലിബനിൽ കാണിക്കുന്ന കാളകളെ പോലെ വലിയ കാളകളാണ്, വലിയ കാളകൾ വലിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് നമ്മൾ പോയിട്ട് ഈ ആശ്രമത്തിലേക്കും മെഡിറ്റേഷൻ സെൻറ്ററിലേക്കും എത്താം. ഇഷായോഗിയിലേക്ക് നമുക്ക് 2 തരത്തിൽ വരാവുന്നതാണ്. ഒന്ന് നമ്മുടെ സ്വന്തം വണ്ടിയിലും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചു. പബ്ലിക് ട്രാൻസ്പോർട്ട് ആകുമ്പം ട്രെയിനിലും ബസ്സിലും വരാം. ട്രെയിനിലാണ് വരുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് കോയമ്പത്തൂർ മെയിൻ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 14D എന്ന് പറയുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് നേരെ ഇഷ യോഗ സെൻറ്റർ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അവിടെ വരെ എത്താം. അതായത് സ്റ്റാച്യു കഴിഞ്ഞിട്ട് നമ്മൾ ഈ 1.5 കിലോമീറ്റർ കാളവണ്ടിയിൽ വന്നില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ സെൻറ്റർ വരെ വരുന്നതാണ് ബസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വണ്ടികളൊന്നും കടത്തിവിടത്തില്ല, ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ അങ്ങോട്ടേക്ക് കടത്തിവിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വന്ന വഴികളൊന്നും നടക്കേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് സ്റ്റാച്യൂവിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാളവണ്ടിയിൽ കയറി ഈ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അവിടേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു വലിയ കാറ്റിൽ ഷെഡാണ്. അവിടെ കുറേ കാളകളുണ്ട് കേട്ടോ. നമ്മൾ ഈ കാളവണ്ടിയിൽ വന്ന കാളകളെ പോലെ തന്നെ ഒരുപാട് കാളകൾ. എനിക്ക് തോന്നുന്നു ഈ എല്ലാ കാളകളെയും കൂടെ ഒരേ സമയത്ത് ഇവർ വണ്ടി ഓടിക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് എന്തോ ഷിഫ്റ്റ് അനുസരിച്ചാന്ന് തോന്നുന്നു. രാവിലെ കുറച്ച് പേര്, വൈകുന്നേരം കുറച്ച് പേര്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഓടുന്നവർ നാളെ ഓടിക്കത്തില്ല, അങ്ങനെ എന്തോ ആണ്. കാരണം ഷെഡിൽ എപ്പോഴും കാളകളുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫുഡും വെള്ളമൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്, ഫീഡ് ദ കാറ്റിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാളകളെ ഇവരിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ പുല്ല് വാങ്ങിക്കണം പൈസയ്ക്ക്. എന്നിട്ട് ആ പുല്ല് നമ്മൾ ഈ കാളകൾക്ക് കൊടുത്തിട്ട് ഫീഡ് ചെയ്യണം. എൻ്റെ പേര് ഫീഡ് ദ കാറ്റിൽ എന്നാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ ഷെഡ് പോലെ ഇവരിങ്ങനെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ വൈകുന്നേരം 5:30-6 മണി വരെയുള്ളൂ. 6 മണിക്ക് ശേഷമൊക്കെ ഈ കാളവണ്ടി ഓട്ടമൊക്കെ ഇവർ നിർത്തും. അതുവരെ നമുക്ക് കാളകളെ തീറ്റയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് 6 മണി ഒരു 6:30 കൂടിയൊക്കെ ആകുമ്പോഴേക്കും കാളകളെ എല്ലാവരും ഇവർ തിരിച്ചു കൊണ്ടുവന്ന് ഷെഡിൽ കയറ്റും. ഇനിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് വരുന്നത്. നമ്മൾ കയറി വന്നപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടില്ലേ. അതിൻ്റെ അകത്ത് ധ്യാനലിംഗ, ലിംഗഭൈരവി, സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ആ സ്ഥലങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ അകത്തേക്ക് ക്യാമറയും ബാഗും നമ്മുടെ ഫോണും ഒന്നും തന്നെ കടത്തിവിടത്തില്ല. അത് നമ്മളിവിടെ ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നിടത്ത് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. കുറേ പനകളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല വഴിയാണ് പോകുന്ന വഴിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് കാണാനുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇതെന്ന് നമ്മൾ അതിശയിച്ചു പോകും. ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയതുപോലെ തോന്നും. മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഈ ശിവ സ്റ്റാച്ചു കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ആശ്രമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ശിവ സ്റ്റാച്ചുവിൽ ലേസർ ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണിത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ജനങ്ങളൊന്നും അല്ല. തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം 3 ഇരട്ടി ആൾക്കാരാണ് ഈ ഗ്രൗണ്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും മൊബൈലെടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 7:20 ലേസർ ഷോ ആരംഭിക്കും. അപ്പോൾ നമ്മളും ഫോണും ക്യാമറയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ് ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 7:20 ലേസർ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം ഇതിൻ്റെ ലൈറ്റ് തെളിയുന്നത് മുകളിൽ ചന്ദ്രക്കല തൊട്ടാണ്. ചന്ദ്രക്കല തൊട്ട് പിന്നെ കണ്ണ്, മൂക്ക് അങ്ങനെ താഴേക്ക് വന്നിട്ട് ആ രൂപം മൊത്തത്തിൽ ലേസർ ഷോ ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരാനായിട്ട് പറ്റിയ സമയമെന്ന് പറയുന്നത് ഒരു വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടായിരിക്കും. കാരണം അല്ലാത്ത സമയത്ത് വന്നാൽ ഭയങ്കര ചൂടാണ്, നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഒരു 5 മണിയോട് കൂടിയൊക്കെ എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കണ്ട് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് ആശ്രമത്തിൻ്റെ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് 7 മണിയോട് കൂടി നമുക്ക് ലേസർ ഷോ ആരംഭിക്കുന്ന സമയത്ത് എത്താൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ താമസിച്ച് ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ പ്രോഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് താമസിച്ച് ചെയ്യാനുള്ള എല്ലാ പാക്കേജുകളുടെ ഡീറ്റെയിൽസും ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കയറി നോക്കി നമുക്ക് വേണ്ടുന്നത് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സ്റ്റേക്ക് വരുന്നത് 1000 രൂപ മാത്രമേ ഉള്ളൂ. അത് ഇൻക്ലൂഡിങ് GST ആണ്. അപ്പോൾ അത് തൊട്ടുള്ള റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം വന്നിട്ട് സ്റ്റേ ചെയ്യുവാണെങ്കിൽ വൈകുന്നേരത്തെ ഈ കാഴ്ചകളും പിന്നെ മെഡിറ്റേഷൻ ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് അതൊക്കെ കാണാം. പിന്നെ ലേസർ ഷോ ഒക്കെ കണ്ട് ഇവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മടങ്ങിപ്പോവാം. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. രേണു രന
ര നാ നാ രേണു രേണു ധീം ധൂം ധന ധീം ധന ധീം ധൂം ധന ധീം ധന ധീം ധൂം ധന ധീം ധൂം ധന ധീം ധന ഉദനി ധനി ധന ധി ധന ഉദനി ധനി ധന ധി ധന ധന ധീന ധീം ധൂം ധന ധീം ധന ധീം ധൂം ധന ധീം ധന ധീം ധൂം ധന. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷായോഗയിലെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റേയെ കുറിച്ചിട്ടാണെങ്കിലും ഇവിടെ എങ്ങനെ വരുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.